But now I'm going to talk about package based plugin in Flutter development. അപ്പോൾ എല്ലാവർക്കും അറിയാം പാക്കേജ് എന്താണെന്ന്. കാരണം നമ്മൾ ഫ്ലട്ടർ യൂസ് ചെയ്യുന്ന എല്ലാവരും പാക്കേജ് തീർച്ചയായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്തിനാ പാക്കേജ് യൂസ് ചെയ്യുന്നത്? എന്താണ് പാക്കേജ്? എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. ആ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എത്ര സിമ്പിൾ ആക്കി നമുക്ക് ആ കോഡ് ചെയ്യാൻ പറ്റുമോ അതിന് സഹായിക്കുന്നതാണ് പാക്കേജ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി എന്താണ് പ്ലഗിൻ? തീർച്ചയായിട്ടും ഫ്ലട്ടർ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ഇന്റർവ്യൂവിന് ചോദിക്കാവുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പാക്കേജ് എന്താണ്, അതുപോലെ പ്ലഗിൻ എന്താണ്, വ്യത്യാസം എന്താണ്, പാക്കേജ് വേഴ്സ് പ്ലഗിൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ചോദിക്കും. അപ്പൊ നിങ്ങളിത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ പാക്കേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒട്ടുമിക്ക പാക്കേജുകൾ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പാക്കേജ് എന്താണ്. ഓക്കെ, നമ്മള് പറഞ്ഞു. ഓക്കെ, ഇനി എന്താണ് പാക്കേജ് എന്നോടി പറഞ്ഞുതരാം. ഇനി ഒരു തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് ഇത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഈ പാക്കേജ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടീൻ ചെയ്തിരിക്കുന്നത് ഡാർട്ട് കോഡിൽ മാത്രമാണ്. ഇത് ഡാർട്ട് കോഡിൽ മാത്രമാണ് പാക്കേജുകൾ കണക്ട് ആവുള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതി. പാക്കേജ് കണക്ട് ആവുക ഡാർട്ട് കോഡിൽ മാത്രമാണ്. ഇത് എന്ത് ചെയ്യില്ല? ഇത് ഇന്ററാക്ട് വിത്ത് നാറ്റീവ് പ്ലാറ്റ്ഫോം സ്പെസിഫിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാറ്റീവ് പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാ? ജാവ, കോട്ട്ലിൻ, iOS അങ്ങനെയുള്ളത്. ഇതിലൊന്നും പാക്കേജസ് ഇന്ററാക്ട് ആവില്ല, കണക്ട് ആവില്ല. ഇത്ര മനസ്സിലായല്ലോ. അപ്പൊ ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് പാക്കേജസിന്റെ എക്സാമ്പിൾ ആണ് HTTP പ്രൊവൈഡർ. ഒരുപാട് പാക്കേജസുകൾ അങ്ങനത്തെ ഉണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് അത് കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, അപ്പോ ഇനി എന്താണ് പ്ലഗിൻ? പാക്കേജ് എന്താണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കും. പക്ഷെ ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർട്ട് കോഡിൽ മാത്രമാണ് പാക്കേജ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്ലഗിനോ? പ്ലഗിൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബോത്ത് ഡാർട്ട് കോഡിലും അതുപോലെ തന്നെ നാറ്റീവ് പ്ലാറ്റ്ഫോം കോഡുകളായ ലൈക് ജാവ, കോട്ട്ലിൻ, ആൻഡ്രോയിഡ്, സ്വിഫ്റ്റ്, ഒബ്ജക്റ്റീവ്-C ഫോർ iOS. ഓക്കെ, എല്ലാത്തിലും ഡാർട്ടിലും അതുപോലെ തന്നെ നാറ്റീവ് പ്ലാറ്റ്ഫോമിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പാക്കേജുകളാണ് പ്ലഗിൻ. ഓക്കെ, പാക്കേജ് തന്നെയാണ് പ്ലഗിൻ. ചില പാക്കേജുകൾ ഡാർട്ടിൽ മാത്രവും ചില പാക്കേജുകൾ ഡാർട്ട് കോഡിലും നാറ്റീവ് പ്ലാറ്റ്ഫോം കോഡുകളിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോ മനസ്സിലായല്ലോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, it acts as a bridge to use device specific feature like camera, location. അതുപോലെ തന്നെ നമ്മള് എക്സാമ്പിൾ ആയിട്ട് ജിയോ ലൊക്കേറ്റർ ആയിട്ടുള്ള പാക്കേജുകൾ, ഷെയർഡ് പ്രിഫറൻസ്, ക്യാമറ പോലെയുള്ള പാക്കേജുകളാണ് ഇതിന് യൂസ് ചെയ്യുക. അപ്പൊ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഒന്നുമില്ല, പാക്കേജ് ആണെങ്കിൽ അത് പാക്കേജുകൾ ഒരുപാട് പാക്കേജുകൾ ഉണ്ട്. അതൊക്കെ ഡാർട്ട് കോഡിലാൻ പറ്റുള്ളൂ. പാക്കേജുകളിൽ തന്നെ ഡാർട്ട് കോഡിനും നാറ്റീവ് പ്ലാറ്റ്ഫോം കോഡിനും പറ്റാവുന്ന പാക്കേജുകളെ പറയുന്ന പേരാണ് പ്ലഗിൻ. ഓക്കെ, യു ഗോട്ട് ഇറ്റ്? ഓക്കെ, ദെൻ പാക്കേജ് ആൻഡ് പ്ലഗിന്റെ ചെറിയൊരു ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ. ഓൺലി ഡാർട്ട് കോഡ്, നോൺ പ്ലാറ്റ്ഫോം സ്പെസിഫിക് ഫംഗ്ഷനാലിറ്റി. പ്ലഗിൻ എന്ന് പറഞ്ഞ ഡാർട്ട് കോഡ് പ്ലസ് നാറ്റീവ് പ്ലാറ്റ്ഫോം കോഡ് ടു ആക്സസ് പ്ലാറ്റ്ഫോം സ്പെസിഫിക് ഫീച്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇത് പാക്കേജ് എന്താണ്, പ്ലഗിൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.